തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് 2 മാസം. ദുരന്തത്തിൽ കാണാതായ 47 പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിരവധി പേരുടെ മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും കണ്ടെത്തിയ ആനടിക്കാപ്പ് സൂചിപ്പാറ മേഖലയിൽ തെരച്ചിൽ തുടർന്നിട്ടില്ല. അനുമതിയില്ലാതെ തെരച്ചിൽ നടത്താൻ കഴിയാത്ത നിസ്സഹായതയിലാണ് പ്രദേശം പരിചയമുള്ളവരും. ഗംഗാവലി പുഴയിൽ കാണാതായ അർജുന്റെ മൃതദേഹം കണ്ടെത്താൻ 72 ദിവസത്തെ തെരച്ചിൽ നടന്നു. ഈ ശ്രമങ്ങൾക്ക് വലിയ പ്രശംസ ലഭിക്കുമ്പോഴാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഇപ്പോഴും 47 പേർ കാണാമറയത്ത് തുടരുന്നതെന്ന വിമർശനമുണ്ട്. ഓഗസ്റ്റ് 14 സൂചിപ്പാറ, ആനടിക്കാപ്പ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ തെരച്ചിൽ നിർത്തിയതിനു പിന്നാലെ കാണാതായവരുടെ ബന്ധുക്കൾ ചീഫ് സെക്രട്ടറിയോട് പരാതി ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 25 പ്രത്യേക സംഘം ഇവിടെ തെരച്ചിൽ നടത്തി. സംശയങ്ങൾ ശരിവെക്കുന്ന വിധത്തിൽ 5 മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി. മറ്റൊരു ദിവസവും തെരച്ചിൽ നടന്നെങ്കിലും അത് തുടരാൻ അധികൃതർ തയ്യാറായില്ല. കാലാവസ്ഥ മോശമാകുമ്പോൾ ദുർഘടമായ ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത് ബുദ്ധിമുട്ടാണെങ്കിലും കഴിഞ്ഞ ആഴ്ചകളിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അനുമതിയില്ലാത്തതിനാൽ ഒറ്റയ്ക്ക് തെരച്ചിൽ നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇവിടെ തെരച്ചിലിന് പോകുന്ന സ്വകാര്യ ക്ലബ് അംഗങ്ങളും. തെരച്ചിൽ കൂടുതൽ നടത്തിയാൽ നിരവധി മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. പ്രത്യേക പരിശീലനം ലഭിച്ച 14 അംഗ സംഘമാണ് സാധാരണ ഇവിടെ തെരച്ചിൽ നടത്താറുള്ളത്. ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയാണ് ഈ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു.